ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെ വേദിയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ആകെ നാണം കെട്ട് വന്നിരുന്ന വിക്രത്തെ കളിയാക്കാനായിട്ട് വീണ്ടും റൂമിലേക്ക് വേദ കയറി വന്നു കേട്ടോ. നാണമില്ലേ വിക്രം? ഈ വിക്രുസ്വാമിയായിട്ട് ഇങ്ങനെ നടക്കാണ്ട ആ ഒരു ഗതികേടിലാണ് വിക്രം. അവിടെ ഒരു നാരായണസ്വാമിയുടെ കൂടെ ശിഷ്യനായിട്ട് അങ്ങോട്ട് നിൽക്കുക. അപ്പോൾ തൊട്ടപ്പടി വിക്രുസ്വാമി എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഇടാം. കോസ്മെറ്റിക് സയൻസും നാരായണസ്വാമിയും തമ്മിൽ വല്ല പൊരുത്തമുണ്ടോ? ഒരു ബോധം ഇല്ലാതായി പോയല്ലോ. ഈ ട്രോഫിയൊക്കെ ഇവിടെ ഇരിക്കണപ്പോഴേ ഞാനോർത്ത് ബോധം ഉണ്ടാവും. അതെങ്ങനെയാ ഗുണ്ടുകളുടെ കൂടെയല്ലേ സഹവാസം. ഇതൊക്കെ കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. വിവരക്കേടെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ ഒരു വിവരക്കേട്? അയ്യയ്യേ, നാണമില്ലേ മനുഷ്യൻ നിങ്ങൾക്ക്? പൊടി, നാണമില്ലാത്തത് നിനക്കാ. ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പോകാതെ അട്ടയെ പോലെ പറ്റിക്കിടക്കുന്ന നിനക്കടി നാണമില്ലാത്തത്. പിന്നെ നാണമില്ലാത്തത് അട്ട പോലെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു മുതൽ എന്നും പറഞ്ഞ് വേദ. കാര്യം കൊണ്ടേം തല്ലിപ്പൊളിയൊക്കെ ആണെങ്കിലും ഒത്തിരി കോമൺ സെൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു പോയിരുന്നു. ഇതിപ്പോൾ അതും ഇല്ലാത്തൊരു കഴുതാ ഡീ എന്നും പറഞ്ഞ് വിക്രം ചാടി എഴുന്നേറ്റു കേട്ടോ. ദേഷ്യത്തോടു കൂടി നമ്മുടെ വേദ വിക്രത്തെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നെഗറ്റീവ് എനർജിയാ, അറിയാലോ. വെള്ളച്ചിലെടുത്താലുണ്ടല്ലോ. അതേടോ, ഞാൻ നെഗറ്റീവാ, ഫുൾ നെഗറ്റീവ്. താൻ കാണിച്ച അക്രമവും സഹിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയതേ പിന്നെ സകല നന്മകളും ഉള്ള ഒരാളാക്കി നിന്നെ അങ്ങോട്ട് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? അയ്യടാ, നിങ്ങൾക്ക് വിധിച്ചത് നരകമാണെന്ന് വന്നു കയറിയ ദിവസം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നിട്ടും എല്ലാം മറന്നും പുറത്തും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഒരു കോസ്മിക് മാഗ്നറ്റിക് ഫ്ലെക്സ്. തനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം അറിയാവോടോ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വിഷകന്യകയാണെന്നോ? അതേടി, എനിക്കതിൽ സംശയമില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? എന്നാൽ നിങ്ങളുടെ ഗുരുവേ നെയ്യാറ്റിൻകര സ്വാമി പറഞ്ഞത് ശരിയാവണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. കൊലക്കുറ്റത്തിന് ജയിലിൽ പോകുന്നല്ലേ സ്വാമിയുടെ പ്രവചനം? അതെന്നെ കൊന്നിട്ടാവോ? അതാ വിധി, ഞാൻ അനുഭവിച്ചോളാം. പിന്നെ അത്രയ്ക്ക് ധൈര്യമുണ്ടോ വിക്രുമോന്? വിക്രുസ്വാമിയേ, കാലം മാറി. മന്ത്രവാദ്യവും ജ്യോതിഷവും മാത്രം പോരാ. മനുഷ്യരെ പറ്റിക്കാമെന്ന് മനസ്സിലാക്കിയ ഗജ ഫ്രോഡുകൾ കുറച്ചുകൂടി ഡിജിറ്റലായ വഴികൾ ആലോചിക്കണമെന്നേ ഉള്ളൂ. അയ്യോ, ഒരുപാട് യന്ത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന തട്ടിപ്പിൻ്റെ അടുത്ത പരിപാടിയാണ് ഈ നെയ്യാറ്റിൻകര നാരായണസ്വാമിയുടേത്. എന്നാലും വിവരമുള്ള നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ഒരു ചതിക്കഴയിൽ ചെന്ന് വീണല്ലോ കേട്ടോ നാരായണസ്വാമി. സോറി, വിക്രമസ്വാമി. വേദമോൾ പോയിട്ട് അടുക്കളയിൽ അമ്മയൊന്ന് സഹായിച്ചിട്ട് വരാം. അപ്പോഴേക്കേ എൻ്റെ കിടക്കയൊന്ന് കുടച്ചൊന്ന് വിരിച്ചേരെ. രാത്രി എപ്പോഴെങ്കിലും തട്ടിക്കളയണമെന്ന് തോന്നിയാലോ? താഴെ തന്നെ കിടപ്പുണ്ടെന്ന് ഉറപ്പിക്കാലോ കേട്ടോ എന്നും പറഞ്ഞൊരു മന്ത്രം ചൊല്ലിയിട്ട് പോവുക കേട്ടോ. ഇവള് പോടാ പോടാ എന്നും പറഞ്ഞുകൊണ്ട് കള്ളസ്വാമി എന്നും വിളിച്ചുകൊണ്ട് വേറെ അങ്ങ് പോവുകയാണ്. ഇതിനൊരു നടക്കി പോകില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി കേട്ടോ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഈ പെണ്ണിനോട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രീജ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്ദിനിയാണ് പത്രവും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നന്ദിനിക്ക് എന്തോ ഒരു അജണ്ടയുണ്ട് ശ്രീജ സോപ്പിടാനായിട്ട്. പതുക്കെ ചെല്ലുക അങ്ങോട്ടേക്ക്. ശ്രീജടത്തി, ഞാൻ സഹായിക്കണോ? നീ വേണ്ട, ഓരോ വാർത്തയും വിട്ടുപോകാതെ വായിച്ച് പഠിക്കുക. വൈകിട്ട് പരീക്ഷയുള്ളതല്ലേ. അപ്പം ശ്രീജേച്ചി എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഇതല്ലാതെ വേറെ എന്താ വഴി? അതെ, അതൊക്കെ ശരിയാ. പക്ഷെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ നോക്കാറുള്ളൂ. ഇപ്പം എന്താ വേണ്ടത്? ഞാൻ കൂടണോ വേണ്ടയോ? എൻ്റെ തുണിയിലൊക്കെ കഴിയാറായി. ഞാൻ വെറുതെ പറഞ്ഞാ, നീ വായിച്ചോ. അങ്ങനെ നന്ദിനി പോയിരുന്നു വായിക്കുക. എന്ത് ചോദിച്ചാലും ശ്രീജ ചെയ്യണ്ട പോട്ടെ, നന്ദിനി എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ശ്രീജയ്ക്കൊരു തരവായി കേട്ടോ. ആ സമയത്താണ് വേദ കുളിയും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത് കണ്ടത്. നമ്മുടെ നന്ദിനി വേദ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വേദ ചോദിച്ചാൽ എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വേദ അങ്ങ് പോവുക കേട്ടോ. എന്തായാലും വേദന കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല. അവൾ അകത്തി എന്നിട്ട് താലിമാല എടുത്തിടുന്നത് അവിടെ പോയി ജനലിലൂടെ ഈ ശ്രീജയും കൂട്ടി പോയിട്ട് കണ്ടു നിൽക്കി ഒരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജനെയും വിളിച്ചു പോയി. വേദ താലിമാല എടുത്തിടുക കേട്ടോ. കണ്ടോ ശ്രീജ എടുത്തി, കണ്ടോ? അതിനിപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പോഴും കഴിഞ്ഞപ്പോഴേക്കും ജനലിൻ്റെ അപ്പുറേ നമ്മുടെ വേദ ഇല്ല. ഇതിവളവിടെ പോയി എന്നാലോചിച്ചുകൊണ്ട് അപ്പം വാതിലിൻ്റെ അവിടെ വേദ പ്രത്യക്ഷപ്പെട്ടു. എന്താ രണ്ടുപേരും കൂടി ഒരു ഒളിഞ്ഞു നോട്ടം എന്ന് വേദ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. അതെ, ഞങ്ങൾ കണ്ടു. എന്ത് കണ്ടു എന്ന്? ഞങ്ങൾ കണ്ടു. ഞാൻ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ശ്രീജടത്തിനെയും കൂടെ കാണിച്ചു കൊടുത്തത്. എന്ത് കണ്ടു എന്നാണ് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതെ, നീ താലി ഊരി വെച്ചില്ലേ? ഇതോ? അപ്പോഴത്തേനും വേറെ താലി നിനക്കില്ലല്ലോ. അതെ, ഊരാനും ഇടാനും ഉള്ള സൗകര്യത്തിനല്ലേ ഇത് മാലയൊക്കെ ഓർത്തിരിക്കുന്നത്. കുളിക്കാൻ പോയപ്പോൾ ഞാൻ ഊരി വെച്ചു. വേണമെങ്കിൽ ഇനി ഊരും കാണണോ? അല്ല, ഞാനെന്തിനാ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊരി കാണിക്കുന്നത്? നന്ദിനി അടുത്ത് കാണിക്കാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
അപ്പം ഇതൊരു തെറ്റല്ലല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, എൻ്റെ പൊന്നു നന്ദിനി, കുളിക്കാൻ മുമ്പ് ഊരി വെച്ചതായിരിക്കും, അതിലെന്താ തെറ്റ്? അയ്യോ, നമ്മൾ ചെയ്താൽ തെറ്റില്ല, പക്ഷെ ഇവള് ചെയ്താൽ തെറ്റാ. ഇവൾക്ക് താലി വിശ്വാസം അല്ലേ, താലി വിശ്വാസം. താലിയിൽ എന്ത് വിശ്വാസം? പരമശിവന്റെ മുന്നിൽ വെച്ച് വെട്ടിയ താലിയാന്നും പറഞ്ഞല്ലേ നീ ഇവിടെ വന്ന് താമസിക്കുന്നത്? എൻ്റെ പൊന്ന് നന്ദിനി എടുത്ത് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിയില്ലേ? താലി എന്നത് സ്വർണത്തിലുള്ള ഒരു വസ്തു മാത്രമാണ് നിങ്ങൾക്ക്, പക്ഷേ എനിക്കത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ അവളി ചോദിച്ചു, എന്ത്? മനസ്സിലായില്ല അല്ലേ? നല്ലതുപോലെ ആലോചിക്കുക. അപ്പം നിനക്ക് ദൂരെ മാറ്റാൻ മടിയൊന്നുമില്ല അല്ലേ? അപ്പോഴേക്കും എനിക്ക് ഒരു മടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാ നീയേ വേറൊരാളെ കെട്ട്. അതെ, നന്ദിനിയടുത്തൊരു കാര്യം ചെയ്യുക. നന്ദിനിയടുത്ത് ഈ താലി ഊരി മാറ്റി, വേണ്ട ഈ താലിക്ക് പുറമെ വേറൊരാളുടെ താലി എടുത്തിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി, എടീ എന്തു പറഞ്ഞിടീ? എന്താ പറ്റില്ലേ? ശ്രീജടത്തി കേട്ടില്ലേ? ഇത് തന്നെയാണ് നന്ദിനിയടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്പലനടയിൽ വെച്ച് വിവാഹത്തിന് വേണ്ടി പൂജിച്ച താലി കഴുത്തിലണിയുന്ന സമയമാണ് വിവാഹ ദിവസം. അപ്പോഴാണ് രണ്ടുപേർ തമ്മിലുള്ള വിവാഹം ഉറപ്പിക്കുന്നത്. അതിനുശേഷം അത് വെറും ഒരു സ്വർണ്ണമാല മാത്രമാണ്. അത് കഴുത്തിൽ നിന്ന് അഴിച്ചു വെച്ചാലും ആ ബന്ധത്തിന് യാതൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ശ്രീജൻ ചോദിച്ചു, മനസ്സിലായോ നന്ദിനി? ഈ സമയത്താണ് കമല പുറത്തു പോയിട്ട് വരുന്നത്. കമല അമ്പലത്തിൽ പോയതാണ്. കമലയ്ക്ക് ഇന്നലത്തെ പ്രശ്നമൊക്കെ നടന്നതുകൊണ്ട് ഒരു വെപ്രാളം. അങ്ങനെ അമ്പലത്തിലേക്ക് പോയതാ. അമ്മ രാവിലെ അമ്പലത്തിൽ പോയോ? എന്തായാലും വേദ മാത്രമേ കുളിച്ചിട്ടുള്ളായിരുന്നു. വേദയ്ക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങളാരും കുളിച്ചില്ലല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾക്കിവിടെ വേറെ പണിയൊന്നുമില്ല. വേദയെ പോലെ ചുമ്മാ കുളിച്ചിരിങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അതിനും വേദക്കിട്ടൊരു കുട്ട് കൊടുക്കുവാണ്. അമ്മ അമ്പലത്തിൽ പോയോ എന്ന വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോൾ അന്ന് കൊണ്ടുപോയില്ലേ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ പൂജാരി, അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി. കാര്യം ഇന്നലെ വിക്രത്തിന് എല്ലാവരും ഓരോന്ന് പറഞ്ഞപ്പോഴും എന്തെങ്കിലും ദോഷം ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, എന്താ നെയ്യാറ്റിൻകര സ്വാമി പറഞ്ഞത് അച്ചട്ടാവോ? ഇടയ്ക്ക് നന്ദിനി, എൻ്റെ മോളെ അവൻ്റെ ദോഷങ്ങൾ മാറ്റാൻ വന്നവളാ, അങ്ങനെ തന്നെയാ അവിടുത്തെ പൂജാരി പറഞ്ഞത്. നന്ദിനിക്കാണെ പിടിച്ചില്ല കേട്ടോ. നിങ്ങൾ കഴിച്ചോ? ബാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോഴേക്കും വേദ പറഞ്ഞു, നന്ദിനിയുടെ വാ, രാവിലെ കുറേ കഷ്ടപ്പെട്ടതല്ലേ, നമുക്ക് പുട്ടും കടലും തട്ടിയിട്ട് വരാൻ വായോ. നന്ദിനിക്കാണെ കലിയും വരുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം പുറത്തുനിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും വേദ ഉമ്മർത്ത് പ്രത്യക്ഷപ്പെട്ടു. വിക്രസ്വാമിന്ന് വിളിച്ചുകൊണ്ട്. വിക്രത്തിനാണെങ്കിൽ കലി വരുന്നുണ്ട്. ഇവളോട് പറയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അലമ്പാവും അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അതേ കാര്യം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കിടക്കാൻ നേരത്തെ എനിക്കിത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു വിക്രസ്വാമി. ഒറ്റ ബുദ്ധി ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടി എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. ആണോ? അതെ. എന്നാലേ 3 തവണ നിന്നെ തട്ടിക്കളഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചതാ. അയ്യോ, എന്നാൽ പിന്നെ 3ാമത്തെ തവണയെങ്കിലും അത് ചെയ്യായിരുന്നില്ലേ? പിന്നെ നിന്നെപ്പോലെ ഒരു കൃമിയെ കൊന്നിട്ട് പോകാൻ എനിക്ക് മനസ്സില്ല. അപ്പം നെയ്യാറ്റിൻകര നാരായണസ്വാമിയുടെ പ്രവചനം പൊളിഞ്ഞു പോകൂലേ? എടി, നീ എന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പേരും വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ദേഹോപദ്രവം ചെയ്യും. പിന്നെ വിഷകന്യകയെ പോലെ ഉള്ള എന്നെ കൊന്ന് ജയിലിൽ പോകാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എന്താ ദേഹോപദ്രവം ചെയ്യാൻ ഇത്ര പേടി? അതെ, ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ ആലോചിക്കുകയായിരുന്നു, സത്യത്തിൽ നിങ്ങൾ എന്ത് പാവാണെന്ന്. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും ഓരോന്ന് പറഞ്ഞ് തിരിക്കാനും വളരെ എളുപ്പമാണ് വിക്രു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണും പൂട്ടി അത് വിശ്വസിക്കുക എന്നൊരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക്. വെറുതെ അല്ല നിങ്ങൾ സ്വീകാര്യം ശ്രീനിവാസിൻ്റെ അടിമയായി പോയത്. അതിന് ഞാൻ ആരുടെ അടിമയല്ല. നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ സ്വാധീനിക്കാനോ? അയ്യോ, നിങ്ങളെ സ്വാധീനിക്കാനും പറ്റില്ല, സ്നേഹിക്കാനും പറ്റില്ല. നീ എന്നെ അങ്ങനെ സ്നേഹിക്കണ്ട. പക്ഷെ പറ്റണ്ടേ വിക്രം? നിങ്ങളുടെ ഈ ചുറിയുറുക്കും, അയ്യോ എൻ്റെ പൊന്നേ, നിങ്ങളുടെ ഈ വർത്താനമൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ തുരുതുരാ പൊട്ടി വളരും ആ കൂണ്. എന്ത്? നിങ്ങളുടെ ഇടിവെട്ടും വണ്ണമുള്ള വാക്ക് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ പറമ്പ് നിറയെ സ്നേഹക്കൂണുകൾ പൊട്ടി മുളയ്ക്കുകയാണ് എൻ്റെ വിക്രു. ഒന്ന് പോയി തരുന്നുണ്ടോ നാശവേ? എന്നോട് പോകാൻ പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്നെ അങ്ങ് കൊണ്ടുകൂടെ റൂമിലേക്ക്? അയ്യോ, ഞാൻ എപ്പോഴേ റെഡി. ഞാൻ തീരുമാനിക്കണം എവിടെയാണ് പോകേണ്ടതെന്ന്. 1 ഡേ ട്രിപ്പാണെങ്കിൽ നമുക്ക് പൊന്മുടി പോകാം. അവിടെ ഒരു കപ്പിൾ സ്പോട്ട് ഉണ്ട്, അവിടെ മഞ്ഞുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്ലാറിയിൽ ഇറങ്ങി ഒന്ന് നീരാടാം, പിന്നൊരു സിനിമയ്ക്ക് പോകാം. അയ്യോ, സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ചളുക്ക് എന്ന് വിക്രു പറഞ്ഞപ്പോഴും, അതെന്താണേ, കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവരെ സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യം കണ്ട സിനിമ തുടരുവാണെന്ന് പറയണ്ടേ നമുക്ക്? ദൈവമേ, ഇങ്ങനെ പോയാൽ നീ ഒത്തിരി തുടരില്ല.
രണ്ടുപേരും കൂടിയുള്ള വഴക്കിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്താണ് രമ്യ അങ്ങോട്ടേക്ക് പായസമൊക്കെ ആയിട്ട് വരുന്നത്. ഞാൻ റോങ് ടൈമിലാണോ വന്നത്? അല്ലല്ലല്ല, ഞങ്ങൾ റീൽസിനുള്ള പ്രാക്ടീസിലായിരുന്നു. റീൽസോ? ഞങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങാൻ പോവാ. വിഷകന്യക 2.0 എന്നാണ് ചാനലിൻ്റെ പേര്. അല്ലേ വിക്രു? ആദ്യത്തെ റീലിൻ്റെ പേര് ഇടിവെട്ടി കൂണുപൊട്ടി. നല്ല പേരല്ലേ? അതെ, നല്ല പേരാ. ഞാൻ ഇത്തിരി പായസമായിട്ട് വന്നതാ. എന്നാ വാ, നമുക്ക് അകത്തേക്ക് പോകാം എന്നും പറഞ്ഞു വേദ ഈ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. ഇവളുടെ ഒരു കാര്യം, ഇവളെ ലോകത്തിലുള്ള എല്ലാ പേരും വിളിച്ചു. ഇനി ഈ ഒരു പേര് മാത്രമേ വിളിക്കാനുണ്ടായിരുന്നുള്ളൂ. അതും തലയിലായി എന്നൊക്കെ ഓർത്തുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. അടുക്കളയിൽ നന്ദിനിയും കമലയും ജോലി ചെയ്യുകയാണ്. ശ്രീജയും ഉണ്ട് കേട്ടോ. കമലയെ നന്ദിനി എന്തോ അരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. രമ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോളോ വാ. അല്ല, രമ്യ ഇത്തിരി പായസം കൊണ്ടുവന്നതെന്ന് വേദ പറഞ്ഞു കേട്ടോ. പായസമോ? എന്താ വിശേഷം എന്ന് നന്ദിനി. വിശേഷമൊന്നുമില്ല, വെറുതെ ഇത്തിരി പായസം ഉണ്ടാക്കി. അത് നന്നായി. ഇവിടെ വെറുതെ ഇത്തിരി ചൂടുവെള്ളം പോലും തിളപ്പിക്കാറില്ല. അത്രയ്ക്ക് കണക്കാ. കമല നന്ദിനിയെ നോക്കി പേടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ശ്രീജി ചോദിച്ചു, ഇന്ന് ജോലിക്ക് പോകണ്ടേ? അതിനു മുമ്പ് ഇങ്ങോട്ടേക്ക് വരാമെന്നൊന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദിനി ചോദിച്ചു, ശരിക്കും തൻ്റെ വീട് എവിടെയാ? അത് വെഞ്ഞാറമൂടിനടുത്താ. അപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെയൊക്കെ അറിയുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാമേ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ഞങ്ങൾ 4-5 കൊല്ലം മുമ്പ് അവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചതാ. അയ്യോ, അപ്പോൾ പുള്ളിക്കാരൻ എറണാകുളത്തേക്ക് താമസം മാറി കാണൂലേ? അല്ല, സിനിമാക്കാരൊക്കെ അവിടെയാണല്ലോ. അപ്പോഴേക്കും പായസം കൊടുത്തു. ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ചായ ഒന്നും വേണ്ട. അല്ല, ഇന്നലെ രാത്രി ഇവിടുന്ന് വലിയ ശബ്ദത്തിൽ സംസാരമൊക്കെ കേട്ടല്ലോ, എന്തോ വഴക്കായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും വേദയും കമലയും പരസ്പരം മുഖത്തോട് നോക്കുക കേട്ടോ. വഴക്കോ? ഇവിടെയോ? ചിലപ്പോൾ റീൽസിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നന്ദിനി ചോദിച്ചു, റീൽസോ? ഞാൻ വരുമ്പോൾ വേദയും വിക്രവും കൂടിയും ഉമ്മർത്ത് നിന്ന് റീൽസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ കരുതി വഴക്കായിരിക്കുന്നു. അങ്ങനെയാണോ വേദ പറഞ്ഞത്? ബെസ്റ്റ്. അപ്പോൾ പെണ്ണി ചോദിച്ചു, എന്താ അങ്ങനെയല്ലേ എൻ്റെ പൊന്ന് രമ്യ, ഇവർ രണ്ടുപേരും? അപ്പോൾ വേദ പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാ. അതെ, നന്ദിനിയടത്തേക്കും അതിലൊരു റോളുണ്ട്. നന്ദിനിയടത്തിയുടെ റോളിൻ്റെ പേരറിയാമോ? അതെ, മൊത്തം കോമഡി പരിപാടിയാണ്. എല്ലാവർക്കും ഓരോ പ്രത്യേക പേരാ. നന്ദിനിയുടെ കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്രമോ എന്ന് നന്ദിനി. അതെ രമ്യേ, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അത് തുറന്ന് വലുതാക്കുന്ന ചിലരുണ്ടാവില്ലേ? അങ്ങനൊരു ക്യാരക്ടറാണ് ഏട്ടത്തിയുടെ. പേര് പറയട്ടെ ഏട്ടത്തി? തോരപ്പി ഭവാനി. അപ്പോഴേക്കും രമ്യ ചിരിക്കുക. കമല വരെ ചിരിച്ചു കേട്ടോ. തോരപ്പി ഭവാനിയോ അമ്മ എന്നും പറഞ്ഞ് നന്ദിനി. എന്തായാലും പേര് നന്ദിനിക്ക് നന്നായി യോജിക്കുന്നു എന്ന് കമലയ്ക്കും തോന്നി. അമ്മ, ഇവള് കണ്ടോ? അതെ, ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കാണില്ലേ നന്ദിനി? പിന്നെ എന്തിനാ നന്ദിനി നീ ഇങ്ങനെ പറയുന്നത്? എന്തായാലും നല്ല പേരല്ലേ നന്ദിനി, എല്ലാം കോമഡി അല്ലേ എന്നൊക്കെ കമല ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അമ്മേ. അപ്പോഴേ രമ്യയ്ക്ക് പാത്രം കൊണ്ട് കൊടുത്തു. അങ്ങനെ രമ്യ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എടി, നീ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? അപ്പോഴേക്കും കമല പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അവളും വിക്രമും കൂടി വഴക്കിടുമായിരുന്നു എന്ന് നിനക്ക് അവളെ അറിയിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമില്ല. അതെ, പുറത്ത് വേറെയും വിക്രവും സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്നുകൂടെ തോണ്ടി നോക്കാൻ ആ കുട്ടി നോക്കി. അതിനെ സഹായിക്കാൻ നീയും അല്ലേ നന്ദിനി? എന്തായാലും നിനക്കിട്ട പേര് കൊള്ളാം, തോരപ്പി ഭവാനി. നന്ദിനി എന്തായാലും കല്ലിത്തുള്ളി ഒരു പോക്ക്. പിന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോടതിയിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് പുള്ളിക്കാരനെ ഇറങ്ങി വന്നതാണ്. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോൾ ഒരു നെഞ്ചുവേദന പോലെ. എന്തായാലും അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക് യു.